السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ അടിസ്ഥാനമായ ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അൽ ഈമാനു ബില്ലാഹ് അഥവാ അല്ലാഹുവിലുള്ള വിശ്വാസം എന്നത് ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ഈമാൻ എന്നതിന് ശേഷം പറഞ്ഞത് അൽ ഈമാനു ബിൽ മലായിക എന്നതാണ്. അഥവാ അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം അൽ ഈമാനു ബിൽ മലായിക എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അൽ ഈമാനു ബിൽ മലായിക എന്നത് ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അൽ ഈമാനു ബിൽ മലായിക എന്നത് അഥവാ മലക്കുകളിലുള്ള വിശ്വാസം എന്നത് തീർത്തും ഗൈബിയായ, അദൃശ്യമായ ഒരു കാര്യമാണ്, ഒരു വിശ്വാസമാണ്. അഥവാ ഇങ്ങനെ അള്ളാഹുവിനൊരു സൃഷ്ടി ഉണ്ട്, മലക്കുകളുണ്ട് എന്നത് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അതിൽ ഒരു സംശയവുമില്ലാതെ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ഇതാകുന്നു കിതാബ് അഥവാ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് പറഞ്ഞത്. ലാ റൈബ ഫീഹി, ആ കിതാബിൽ, ആ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സന്മാർഗവുമായി, നേർമാർഗവുമായി അവതരിപ്പിച്ചതാണ് ആ കിതാബ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലദീന, ആരാണ് ഈ ഹുദ ലഭിച്ച ആളുകൾ, സന്മാർഗം ലഭിച്ച ആളുകൾ ആരാണ്, തഖ്വ പാലിച്ച ആളുകൾ ആരാണ്? അല്ലദീന, അവർ യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അഥവാ സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിന്റെ പുകഴ്ത്തലാണ്, പ്രശംസയാണ്. മുഅ്മിനീങ്ങൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ചില പിഴച്ച ആളുകൾ പറയാറുള്ളത് പോലെ നേർക്ക് നേരെ കണ്ടത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന പിടിവാശിയോ അഹങ്കാരമോ ഇല്ലാത്തവരാണ് മുഅ്മിനീങ്ങൾ. മറിച്ച് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ രണ്ടാമതൊരു വർത്തമാനമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വർത്തമാനമില്ല, ഒരു സംശയമില്ല എന്നതാണ് മുഅ്മിനീങ്ങളുടെ നിലപാട്. ഇപ്പം മലക്കുകളെക്കുറിച്ച് തീർത്തും അദൃശ്യമായ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അഥവാ അവരെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, കണ്ടിട്ടില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മലക്കുകളെക്കുറിച്ച് എന്താണോ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത് അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അൽ ഈമാനു ബിൽ മലായിക യതളമ്മനു അർബഅത ഉമൂരിൻ. കയ്യിലുള്ള പേജുകളിൽ കാണാം, അൽ ഈമാനു ബിൽ മലായികതി യതളമ്മനു
അർബഅത ഉമൂരിൻ. മലക്കുകളിലുള്ള വിശ്വാസം 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രധാനമായും അൽ ഈമാനു ബിൽ മലായിക എന്നതിൽ 4 കാര്യങ്ങളാണുള്ളത്. ആ 4 കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുപോലെ ഒരാൾ വിശ്വസിച്ചാൽ അൽ ഈമാനു ബിൽ മലായിക ശരിയായി എന്നതാണ്. അൽ അവ്വലു, ഒന്നാമത്തേത് അൽ ഈമാനു ബിവുജൂദിഹിം. അൽ ഈമാനു ബിവുജൂദിഹിം അഥവാ മലക്കുകൾ എന്ന സൃഷ്ടികൾ ഉണ്ട് എന്ന് വിശ്വസിക്കൽ. ഇങ്ങനെ ഒരു പടപ്പുണ്ട്, ഇങ്ങനെ ഒരു സൃഷ്ടികളുണ്ട്, അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നു, അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന അവരുടെ വുജൂദ്, അതിൽ വിശ്വസിക്കണം. അത് സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കാണുന്നില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞു, വഖാലു ഇത്തഖദ അർറഹ്മാനു വലദൻ. അള്ളാഹു അതാ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ അറിയിക്കുന്നു, അവർ അഥവാ മുശ്രിക്കുകൾ, നിഷേധികൾ, കാഫിറുകൾ, അവർ അള്ളാഹുവിന് സന്താനമുണ്ട്, മക്കളുണ്ട്, പ്രത്യേകിച്ച് മലക്കുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നവർ വിശ്വസിക്കുന്നു. സുബ്ഹാനഹു, അള്ളാഹു പറയുകയാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ അങ്ങനെ ഒരു സന്താനത്തെ, ഒരു മക്കളെ, ഒരു മകനെ, ഒരു മകളെ, പെൺമക്കളെ സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്. അവൻ്റെ പരിശുദ്ധിയെ അള്ളാഹു തആല എടുത്തു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ബൽ, മറിച്ച് ആരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ? അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്നത് അള്ളാഹുവിൻ്റെ ഇബാദുൻ മുക്രമൂൻ, ആദരണീയരായ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ബൽ ഇബാദുൻ മുക്രമൂൻ, മലക്കുകൾ അള്ളാഹുവിൻ്റെ ആദരണീയരായ അടിമകൾ മാത്രമാണ്. അവർ അള്ളാഹുവിൻ്റെ സന്താനങ്ങളല്ല, അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളല്ല. അപ്പൊ നോക്കൂ, അള്ളാഹു അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു സൃഷ്ടികളുണ്ട്, അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. എന്നിട്ട് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ. അവർ അള്ളാഹുവിനെ ഒരു വാക്ക് കൊണ്ടുപോലും മുൻകടക്കുകയില്ല, മറികടക്കുകയില്ല. വഹും ബിഅംരിഹി യഅമലൂൻ, എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് കൃത്യമായി പ്രവർത്തിക്കുന്നവരാകുന്നു. അതുപോലെ അള്ളാഹു തആല പറഞ്ഞു, വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു. അള്ളാഹുവിൻ്റെതാകുന്നു ആകാശവും ഭൂമിയും അതിലുള്ളത് എല്ലാം, അഥവാ അതിൻ്റെ എല്ലാം അധികാരി അള്ളാഹു ആകുന്നു. വമൻ ഇൻദഹു, അവൻ്റെ അടുക്കലുള്ള ആളുകളുടെ അവസ്ഥ, അഥവാ മലക്കുകളെ കുറിച്ചാണ് ആ പരാമർശം. ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. അവർ മലക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അഹങ്കാരം കാണിക്കുകയില്ല. വലാ യസ്തഹ്സിറൂൻ, അവർക്ക് മടുപ്പ് തോന്നുകയില്ല. കുറേ കാലം ഇബാദത്ത് ചെയ്തു, പിന്നെ കുറച്ചാലും വെറുതെ ഇരിക്കുക എന്ന ഒരു നിലപാട് അവർക്കില്ല. മറിച്ച് യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ, അവർ നിരന്തരം ഒരു ഇടവേളകളും എടുക്കാതെ അള്ളാഹുവിന് രാപ്പകലുകളിൽ തസ്ബീഹ് ചെയ്യുന്നവരാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹുവിൻ്റെ മലക്കുകളെ കുറിച്ച് അള്ളാഹു തആല അടിസ്ഥാനപരമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ്. അതുകൊണ്ട് അവരുടെ വുജൂദ്, അവരുണ്ട്, മലക്കുകളുണ്ട് എന്നത് നമ്മൾ വിശ്വസിക്കണം. അവരെ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹു തആല അവരെ നമ്മിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്നു. നേർക്ക് നേരെ മലക്കുകളെ നമ്മൾ കാണുകയില്ല, നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, 2 ഹിക്മത്തുകളാണ്, അള്ളാഹുവിന് 2 യുക്തികളാണ് അതിലുള്ളത്. ഒന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ കാണാത്ത ഒരു വിശ്വാസമാണ് സ്തുത്യർഹമായ വിശ്വാസം. ഇങ്ങനെ ഒരു മലക്കുകളുണ്ട്, അള്ളാഹുവിന് ഇങ്ങനെ ഒരു സൃഷ്ടികളുണ്ട് എന്ന് നമ്മൾ കാണുന്നില്ല. ഖുർആനിലും സുന്നത്തിലും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് സ്തുത്യർഹമായ വിശ്വാസം. അഥവാ ആ ഈമാനാണ് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പുകഴ്ത്തി പറഞ്ഞ മുഅ്മിനീങ്ങളുടെ അടയാളമായി പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം. ഒരു കാര്യം കണ്ടാലല്ലാതെ, കണ്ടിട്ടില്ല,
ഒരു നിലക്കും കാണുന്നില്ല, എന്നിട്ടും അതിൽ ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അത് നമുക്കുള്ള ഒരു പരീക്ഷണമാണ്. ഇങ്ങനെ ഒരു സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൽ സംശയമില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ഒരു പരീക്ഷണം അതിലുണ്ട്. അൽ ഈമാനു ബിൽ ഗൈബ് എന്ന കാര്യം, അഥവാ അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്ന കാര്യം, അതിൻ്റെ മാധുര്യം നുകരാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, മലക്കുകളെ നമ്മൾ കണ്ടാൽ ഒരുപക്ഷെ നമുക്കത് താങ്ങാൻ സാധിക്കുകയില്ല. മലക്കുകളുടെ രൂപവും അവരുടെ ശക്തിയും അതുപോലെയുള്ള കാര്യങ്ങളും ഖുർആനിലും സുന്നത്തിലും വന്ന പരാമർശങ്ങളിലൂടെ നമുക്കറിയാം. അവർ തീർത്തും നമ്മെ പോലെയല്ല, അവരുടെ അവസ്ഥകൾ വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ നാം നേരിട്ട് കാണുക എന്നത് നമ്മുടെ ഈ ചെറിയ ബുദ്ധിക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഈ ചിന്തക്ക്, നമ്മുടെ അവസ്ഥക്ക് ചിലപ്പോൾ യോജിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമുക്കത് താങ്ങാൻ സാധിക്കുകയില്ല. നമ്മൾ ഭയന്നു പോകും. കണ്ടാൽ ഒരുപക്ഷെ നമ്മൾ പേടിച്ചു പോവാൻ സാധ്യതയുണ്ട്. കാരണം മലക്കുകൾ നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും അള്ളാഹു ഓരോ മലക്കുകളാക്കിയിട്ടുണ്ട്. അതുപോലെ മസ്ജിദിന്റെ വാതിലുകളിൽ മലക്കുകളുണ്ട്. അതുപോലെ സംരക്ഷകരായ അള്ളാഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് കേട്ടില്ലേ, ഭൂമി മുഴുവനും മലക്കുകളെ കൊണ്ട് നിറയും. ഇങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകളെ നമ്മൾ ഒരുപക്ഷെ തനതായ രൂപത്തിൽ കണ്ടാൽ പേടിച്ചു പോകും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ രണ്ട് ഹിക്മത്ത്, രണ്ട് യുക്തി പണ്ഡിതന്മാർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പറഞ്ഞതായി കാണാം. അതല്ലാത്ത അള്ളാഹുവിന്റെ യുക്തിപൂർണമായ കാര്യങ്ങളും അതിലുണ്ടാകാം. വല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരെ കാണാമറയത്താണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് കാണുകയില്ല. നേരിട്ട് കാണാനുള്ള ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ചിലപ്പോൾ ചില അടിമകൾക്ക് ചിലരുടെ മുന്നിൽ മലക്കുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവിടുന്ന് 2 തവണ ജിബ്രീലിനെ നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. 2 തവണ. ഒന്ന് അവിടുന്ന് ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ തനതായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. രണ്ടാമത്തേത് ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിലാണ്. ജിബ്രീലിനെ അവിടുന്ന് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം ചിറകുകൾ മുഴുവനും വിടർത്തി നിന്നപ്പോൾ ചക്രവാളം കാണുന്നില്ല എന്നാണ്. അഥവാ ആകാശം മുകളിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഒന്നും കാണാനില്ല. ജിബ്രീലിനെ മാത്രം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചിലപ്പോൾ കാണാറുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് നേരെ കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നതായി നമുക്ക് കാണാം. അപ്പം മറിയം അലൈഹിസ്സലാം അവരുടെ അടുക്കലേക്ക്, മറിയമിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല നല്ല ഒത്ത ഒരു മനുഷ്യരൂപത്തിൽ ജിബ്രീലിനെ അയച്ചിട്ടുണ്ട്. അദ്ദേഹം അവരോട് സംസാരിച്ചു, അവർ തിരിച്ചു സംസാരിച്ചു എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന അടിസ്ഥാനപരമായ ഹദീസു ജിബ്രീൽ, ഇസ്ലാമിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചും ഇഹ്സാനിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. ഒരാൾ ആ സദസ്സിലേക്ക് കടന്നു വന്നു. നല്ല വെളുവെളുത്ത വസ്ത്രം ധരിച്ച, കറുകറുത്ത മുടിയായിരുന്നു അദ്ദേഹത്തിന്. ആ നാട്ടുകാരനല്ല, പക്ഷേ യാത്ര ചെയ്തു വന്ന ഒരു ക്ഷീണവും ഒരടയാളവും അദ്ദേഹത്തിലില്ല. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിരുന്നു. എന്നിട്ട് കാര്യങ്ങൾ ഓരോന്ന് ചോദിച്ചറിയുകയുണ്ടായി. അഥവാ ആ വന്നത് ജിബ്രീലായിരുന്നു. എന്തിനാണ് വന്നത്? ജിബ്രീലിനെ അറിയാത്തത് കൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, സഹാബികളോട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വന്നതാണ് അദ്ദേഹം. ഒരു ചോദ്യോത്തര
വേളയിലൂടെ സഹാബത്തിന് ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ അങ്ങനെ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളെ മനുഷ്യർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും. തനതായ രൂപത്തിലാവാം, അല്ലാത്ത രൂപത്തിലും ആവാം. ഇത് സഹോദരങ്ങളെ ഒന്നാമതായി അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസമാണ്. അൽ ഈമാനു ബി വുജൂദിഹിം, അവരുടെ വുജൂദ്, ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. വസാനി, രണ്ടാമത്തേത് അൽ ഈമാനു ബിമൻ അലിംന ഇസ്മഹു മിൻഹും ബിസ്മിഹി കജിബ്രീല വമൻ ലം നഅലം ഇസ്മഹു നുഅ്മിനു ബിഹിം ഇജ്മാലൻ. രണ്ടാമത്തെ കാര്യം, ജിബ്രീലിനെ പോലെ, ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പരാമർശിച്ച ജിബ്രീൽ അലൈഹിസ്സലാം, അദ്ദേഹത്തെ പോലെ മലക്കുകളിൽ നമുക്ക് പേരറിയാവുന്ന മലക്കുകളെ പേരോടെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ചില പേരുകൾ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്, ചില പേരുകൾ, അങ്ങനെ പേര് വന്ന മലക്കുകളിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. വമൻ ലം നഅലം ഇസ്മഹു നുഅ്മിനു ബിഹിം ഇജ്മാലൻ, പേരറിയാത്ത മുഴുവൻ മലക്കുകളെ മൊത്തത്തിലും വിശ്വസിക്കുന്നു. മൊത്തത്തിലും നമ്മൾ വിശ്വസിക്കണം. പേരു പറയപ്പെട്ട മലക്കുകൾ ഏതൊക്കെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലിന്റെ പേര് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്. ജിബ്രീൽ, അതുപോലെ ജബറായിൽ എന്നൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീകായിൽ, മീകായിൽ എന്ന മലക്കിന്റെ പേര് ഹദീസിൽ വന്നിട്ടുണ്ട്, ഖുർആനിലും വന്നിട്ടുണ്ട്. വ ഇസ്രാഫീൽ, ഇസ്രാഫീൽ എന്ന മലക്കിന്റെ പേര് വന്നിട്ടുണ്ട്. വ മാലിക്, മാലിക് എന്ന പേരും വന്നിട്ടുണ്ട്. വ മുൻകർ വ നക്കീർ, മുൻകർ നക്കീർ, ഇങ്ങനെ പേര് വന്ന മലക്കുകളിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഹദീസുകളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് പ്രാർത്ഥിച്ചു, അഥവാ നമ്മൾ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥന ഉണ്ടല്ലോ, അതിന് പകരമായി രാത്രി നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിരുന്നു. അതിലൊന്ന്, അല്ലാഹുമ്മ റബ്ബ ജബറായീല വമീകായീല വഇസ്രാഫീല ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ പ്രാർത്ഥനയിൽ അതിന്റെ തുടക്കത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബ ജബറായീൽ, ജിബ്രീലിന്റെ റബ്ബായ അല്ലാഹുവേ, വ മീകായിൽ, മീകായിലിന്റെ റബ്ബായ അല്ലാഹുവേ, വ ഇസ്രാഫീൽ, ഇസ്രാഫീലിന്റെ റബ്ബായ അല്ലാഹുവേ. ശേഷം പിന്നെ അല്ലാഹുവിനെ കുറിച്ച് ആകാശഭൂമികൾ സൃഷ്ടിച്ചു പരിപാലിച്ച് നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ, രഹസ്യവും പരസ്യവും ഏറ്റവും നന്നായി അറിയുന്നവനായ അല്ലാഹുവേ, നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ. അതുകൊണ്ട് നിന്റെ അനുമതി പ്രകാരം ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള കാര്യങ്ങളിൽ നേർമാർഗം നീ എനിക്ക് പ്രദാനം ചെയ്യണേ. തീർച്ചയായും നീയാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ പാതയിലേക്ക് വഴിചേർക്കുന്നവൻ എന്ന ആശയം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു പ്രാർത്ഥനയാണ്. ഇതിവിടെ കൊണ്ടുവന്നത് 3 മലക്കുകളുടെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു. അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീൽ. അതുപോലെ മാലിക് എന്ന പേര് പറഞ്ഞിരുന്നു. ആരാണ് മാലിക്? ഖാസിനുൻ നാർ, നരകത്തിന്റെ പാറാവുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക. നരകത്തിൽ വീണ് വെന്തെരിയുന്ന, ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ വിളിക്കുകയാണ്, യാ മാലിക്, അല്ലയോ മാലിക്കേ,
ലിയഖ്ലി അലൈനാ റബ്ബുക, നിന്റെ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ നീ ഒന്ന് ആവശ്യപ്പെടുക. അവിടെ മാലിക് എന്ന പരാമർശം വന്നു. ആ മാലിക് ആരാണ്? തഫ്സീറുകളിൽ കാണാം ഖാസിനുന്നാർ, നരകത്തിന്റെ പാറാവുകാരനാണ് അദ്ദേഹം. അതുപോലെ മുൻകറും നക്കീറും ഹദീസിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുബിറൽ മയ്യിതു അതാഹു മലകാനി അസ്വദാനി അസ്റഖാനി. ഒരു മയ്യിത്ത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യിത്തിനെ ഖബറടക്കപ്പെട്ടാൽ രണ്ട് മലക്കുകൾ അയാളുടെ അടുക്കലേക്ക് അരികിലേക്ക് വരും. രണ്ടു മലക്കുകൾ, ആ മലക്കുകളുടെ രൂപം പറഞ്ഞു അസ്വദാനി, കറുത്ത ആളുകളായിരിക്കും, അസ്റഖാനി, നീല കണ്ണുകളുള്ള ആളുകളായിരിക്കും. യുഖാലു ലി അഹദിഹിമാ, ആ രണ്ടുപേരും മയ്യിത്തിന്റെ അരികിലേക്ക് വരും. അവരെ കുറിച്ച് പറഞ്ഞു യുഖാലു ലി അഹദിഹിമാ, അതിൽ ഒരാളെ അൽ മുൻകർ എന്നും വലിൽ ആഖരി, രണ്ടാമത്തെ ആളെ അൻ നക്കീറു, നക്കീർ എന്നും വിളിക്കപ്പെടും. അപ്പൊ മുൻകർ നക്കീർ എന്ന പേര് ഹദീസിൽ വന്നതാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, പേരു പരാമർശിക്കപ്പെട്ട മലക്കുകളിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതല്ലാത്ത പേരറിയാത്ത മലക്കുകൾ, അവരിൽ മൊത്തത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ എന്ന നിലക്ക് നമ്മൾ എല്ലാവരിലും വിശ്വസിക്കുന്നു. പേരറിഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി എല്ലാവരിലും നമ്മൾ വിശ്വസിക്കണം. അപ്പോഴേ നമ്മുടെ അൽ ഈമാനു ബിൽ മലായിക ശരിയാവുകയുള്ളൂ. ഇങ്ങനെ പേരു പറഞ്ഞതിന് പുറമെ അല്ലാഹു തആല മലക്കുകളെ മൊത്തത്തിൽ റുസുലുല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. അല്ലാഹു തആല മലക്കുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുക്കും. അഥവാ അല്ലാഹു തആല അവർക്ക് ചില ദൗത്യങ്ങൾ നൽകാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അല്ലാഹു മലക്കുകളെ അവന്റെ റുസുലുകൾ അഥവാ ദൂതന്മാർ എന്ന പരാമർശം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അല്ലാഹു ജുനൂദുല്ലാഹ് അഥവാ അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ. അല്ലാഹു പറഞ്ഞു അവന്റെ സൈന്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് അവനല്ലാതെ വേറൊരാൾക്കും അറിയുകയില്ല. ഇങ്ങനെ സഹോദരങ്ങളെ, മലക്കുകളിൽ മൊത്തത്തിൽ നമ്മൾ പേര് വന്നതുപോലെ അങ്ങനെ വിശ്വസിക്കുന്നു. ഇനി പേര് വരാത്തവരിൽ അങ്ങനെ തന്നെ മൊത്തത്തിൽ വിശ്വസിക്കുന്നു. രണ്ടാമതായി അൽ ഈമാനു ബിൽ മലായിക എന്ന കാര്യത്തിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം അസ്സാലിസു അൽ ഈമാനു ബിമാ അലിംനാ മിൻ സിഫാതിഹിം, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട മലക്കുകളുടെ വിശേഷണങ്ങളിൽ വിശ്വസിക്കൽ. അഥവാ പ്രമാണങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും അല്ലാഹു തആല മലക്കുകളെ കുറിച്ച് പല വിശേഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിശേഷണങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഉദാഹരണത്തിന് മലക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ. അല്ലാഹു തആല മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നുമാണ്. അപ്പൊ മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നത് അവർക്കുള്ള വിശേഷണമാണ്, പ്രത്യേകതയാണ്. അല്ലാഹു 3 വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്: മനുഷ്യർ, മലക്കുകൾ, ജിന്നുകൾ. 3 പേരെക്കുറിച്ചും പരാമർശം വന്നു ഒരു ഹദീസിൽ. ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ, മലക്കുകൾ പ്രകാശം കൊണ്ട്, പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകൾ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. വഖുലിഖ ആദമു മിമ്മാ വുസിഫ ലക്കും, ആദം അഥവാ മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അഥവാ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ഇത് മലക്കുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർ പ്രകാശത്തിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ മലക്കുകളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, അവർക്കുള്ള വിശേഷണങ്ങളിൽപ്പെട്ടതാണ്, അവർ നമ്മെപ്പോലെ അതല്ലെങ്കിൽ ജിന്നുകളെ പോലെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല. അവർക്ക് ഭക്ഷണ പദാർത്ഥം, ഭക്ഷണപാനീയം
അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അവർ വിവാഹം ചെയ്യുക എന്നിട്ട് പരമ്പരകൾ ഉണ്ടാവുക എന്ന ഒരു സമ്പ്രദായം അവർക്കിടയിലില്ല. അത് അവർക്കുള്ള പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും വേർപെട്ട് അവർക്ക് മാത്രമുള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ് അള്ളാഹു പറഞ്ഞു, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അള്ളാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അവർ അങ്ങനെ തന്നെ അത് പ്രവർത്തിക്കും. അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. മനുഷ്യർക്കും ജിന്നുകൾക്കും അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അഥവാ അതുകൊണ്ടാണ് മനുഷ്യരിലും ജിന്നുകളിലും നല്ലവരും മോശപ്പെട്ടവരും ഉണ്ടായത്. എന്നാൽ മലക്കുകളിൽ അങ്ങനെയില്ല. മലക്കുകളിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ മാത്രമേ ഉള്ളൂ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരില്ല. മറ്റുള്ള രണ്ട് വിഭാഗങ്ങളിലും അതുണ്ട്. അത് പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫമിൻകും മുഅ്മിൻ വമിൻകും കാഫിർ. നിങ്ങളിൽ മുഅ്മിനുകളുണ്ട്, ഈമാനുള്ളവരുണ്ട്, അതുപോലെ തന്നെ കാഫിർ സത്യനിഷേധികളും നിഷേധികളുമുണ്ട്. അതുപോലെ തിന്മകൾ ചെയ്യുന്നവരുണ്ട്, തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ട്, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവരുണ്ട്. മലക്കുകളിൽ അങ്ങനെ ഒരു വിഭാഗമില്ല. മറിച്ച് എല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കാൻ മാത്രം കൽപ്പിക്കപ്പെട്ടവരാണ്. അത് അവരുടെ പ്രത്യേകതയാണ്, അത് അവർക്കുള്ള വിശേഷണമാണ്. എത്രത്തോളം അള്ളാഹു പറഞ്ഞതുപോലെ അവർ യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ. നേരത്തെ നമ്മൾ കേട്ടില്ലേ, ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും അവന് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും അവർ അഹങ്കരിക്കുകയില്ല. അവരൊരിക്കലും അള്ളാഹുവിനെ ധിക്കരിച്ച് അഹങ്കാരം കാണിക്കുകയില്ല. വലാ യസ്തഹ്സിറൂൻ. അതുപോലെ തന്നെ അവർക്കുള്ള ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് അവർക്ക് മടുപ്പുണ്ടാവുകയില്ല. മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്മാർ കുറേ നാള് അല്ലെങ്കിൽ ഒരേപോലെ ഒരൊറ്റ രൂപത്തിൽ അങ്ങനെ ഇബാദത്തുകൾ ചെയ്യാറില്ല. അവർക്ക് ഇടവേളകൾ ഉണ്ടാകും, ഇടവേളകൾ അവർക്കുണ്ടാകും. എന്നാൽ മലക്കുകൾക്കതില്ല. അവർക്കൊരു മടുപ്പ് തോന്നുക, ഒരു ഇടവേളകൾ ഉണ്ടാവുക, അങ്ങനെയില്ല. അവർ രാപ്പകലുകൾ യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാർ. അല്ലാഹു പറഞ്ഞു രാപ്പകലുകൾ എന്ന് പറഞ്ഞാൽ ഒരേ ഇബാദത്തിലായിരിക്കും. ഓരോ നിമിഷം പോലും അവർക്ക് ഇടവേളകളോ തളർച്ചയോ ക്ഷീണമോ മടുപ്പോ ഒന്നും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവനെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അനേകം സൃഷ്ടികളുണ്ട്, അള്ളാഹുവിൻ്റെ മലക്കുകൾ. അപ്പൊ നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് അത് നമുക്ക് വേണ്ടിയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി. ആരാണോ സൽക്കർമ്മം ചെയ്തത് അത് അവനുള്ളതാണ്, അവന്റെ സ്വന്തത്തിനാണ്. അതല്ലാതെ റബ്ബിന് അതുകൊണ്ട് വല്ല പ്രയോജനവും കിട്ടും എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. നമ്മൾ കൃത്യമായി അള്ളാഹുവിനെ അനുസരിച്ചാൽ, നമ്മൾ നല്ല അടിമകളായാൽ അതിൻ്റെ പ്രയോജനം നമുക്ക് മാത്രമാണ്. നമ്മളില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മലക്കുകൾ എന്ന ഒരു സൃഷ്ടികളുണ്ട്. അള്ളാഹുവിനെ ഒരു വാക്ക് കൊണ്ടുപോലും മുൻകടക്കാത്ത, ഒരു വാക്ക് കൊണ്ടുപോലും മറികടക്കാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കാത്ത, അവനോട് അനുസരണക്കേട് കാണിക്കാത്ത, എല്ലാ അർത്ഥത്തിലും അവന് തൃപ്തിപ്പെട്ട് വഴിപ്പെട്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവൻ്റെ അടിമകൾ അള്ളാഹുവിനുണ്ട്. അത് ഈ സാന്ദർഭികമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവർക്കുള്ള മറ്റൊരു പ്രത്യേകതയിൽപ്പെട്ടതാണ് അവർക്ക് ചിറകുകളുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. റഅ ജിബ്രീൽ ലഹു 600 ജനാഹിൻ. 600 ചിറകുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ മലക്കുകൾക്ക് ചിറകുകളുണ്ട്. ജിബ്രീലിന് മാത്രമല്ല, മലക്കുകൾക്ക് മൊത്തത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഫാത്തിറിൽ അതിൻ്റെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹത്തിൻ
മസ്ന വസുലാസ വറുബാഅ യസീദു ഫിൽ ഖൽഖി മാ യശാ. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ നിശ്ചയിക്കുകയും ആ മലക്കുകൾക്ക് തന്നെ 2, 3, 4 ചിറകുകൾ നിശ്ചയിക്കുകയും ചെയ്ത അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇതിൽ മലക്കുകൾക്ക് ചില മലക്കുകൾക്ക് 2 ഉണ്ടായേക്കാം, ചിലർക്ക് 3 ആയിരിക്കും, ചിലർക്ക് 4 ആയിരിക്കും. യസീദു ഫിൽ ഖൽഖി മാ യശാ. അല്ലാഹു അവന്റെ സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ വർദ്ധിപ്പിച്ചു നൽകും. അതാണ് മലക്കുകളിലെ ശ്രേഷ്ഠനായ ജിബ്രീലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അദ്ദേഹത്തിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മലക്കുകൾക്ക് ചിറകുകളുണ്ട് എന്നത് അവർക്കുള്ള പ്രത്യേകതയാണ്, അവർക്കുള്ള വിശേഷണമാണ്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ ചില മലക്കുകളുടെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിന ലീ അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്. അല്ലാഹുവിൻ്റെ അർശ് ചുമക്കുന്ന, അല്ലാഹുവിൻ്റെ അർശിൻ്റെ വാഹകരായ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ എനിക്ക് അനുവാദം കിട്ടിയിരിക്കുന്നു. അർശ് ചുമക്കുന്ന മലക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള വലിയ സ്ഥാനമുള്ളവരാണവർ. കാരണം എന്താ? അള്ളാഹുവിൻ്റെ അർശിൻ്റെ വാഹകർ, അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ്. അതിൽപ്പെട്ട ഒരു മലക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് അനുവാദം കിട്ടിയിരിക്കുന്നു. എന്താണ് ആ മലക്കിന്റെ അവസ്ഥ? ഇന്നമാ ബൈന ശഹ്മതി ഉദുനിഹി ഇലാ ആതിഖിഹി മസീറതു 700 ആമിൻ. വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണത്. അവിടുന്ന് പറഞ്ഞു, ആ മലക്കിന്റെ ചുമൽ മുതൽ ചെവി വരെയുള്ള ദൂരം, ദൈർഘ്യം ഒരാൾ അതിവേഗത്തിൽ സഞ്ചരിച്ചാൽ 700 വർഷം സഞ്ചരിക്കാൻ മാത്രമുള്ള ദൂരമുണ്ട്. ഒരൊറ്റ മലക്കിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ആ മലക്കിന്റെ ചുമൽ മുതൽ ചെവി വരെയുള്ള ദൂരം 700 വർഷം സഞ്ചരിക്കാനുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒരു പക്ഷി ആ മലക്കിന്റെ ചുമലിൽ നിന്നും ചെവി വരെ പറക്കാൻ ഉദ്ദേശിച്ചാൽ, അവിടെ എത്താൻ ഉദ്ദേശിച്ചാൽ 700 വർഷം അതിന് സഞ്ചരിക്കാൻ മാത്രമുള്ള വഴിദൂരമുണ്ട്, ദൈർഘ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ മലക്കിന്റെ വലിപ്പം? എന്തായിരിക്കും ആ മലക്കിന്റെ വലിപ്പം? ആ മലക്കിന്റെ വലിപ്പം മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ, അതല്ല യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട ഗുണപാഠം. ആ മലക്കിനെ സൃഷ്ടിച്ച റബ്ബിന്റെ വലിപ്പം എന്തായിരിക്കും? ആ മലക്കിനെ സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിപ്പം എന്തായിരിക്കും? അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലാഹു അക്ബർ ആയിരിക്കണം. അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറയുമ്പോൾ ആ വലിപ്പം എന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. അല്ലാഹുവിൻ്റെ അനേകം സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയായ ഒരു മലക്കിന്റെ അവസ്ഥ ഇതാണ്. 700 വർഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ദൂരം? സുബ്ഹാനല്ലാഹ്, 700 വർഷം ഒരാൾ അതിവേഗത്തിൽ സഞ്ചരിച്ചാൽ എത്താൻ മാത്രമുള്ള ദൈർഘ്യമുണ്ട്. അതും എവിടെ? കാല് മുതൽ തലവരെയല്ല, ചുമൽ മുതൽ ചെവി വരെയാണ്. സുബ്ഹാനല്ലാഹ്, സഹീഹായ ഹദീസിൽ വന്ന കാര്യമാണിത്. നോക്കൂ, ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത്. അല്ലാഹു മുഅ്മിനീങ്ങളെ അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇത് ഗൈബാണ്, തീർത്തും അദൃശ്യമാണ്. എന്നാൽ അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് മലക്കുകളുടെ രൂപം എന്നത് നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഉൾക്കൊള്ളാൻ, കണ്ടാൽ ഒരുപക്ഷെ നമ്മൾ താങ്ങുകയില്ല. അതിനു മാത്രം ശക്തി കൊണ്ടും കഴിവുകൊണ്ടും സൃഷ്ടിപ്പ് കൊണ്ടും ഭംഗി കൊണ്ടും എല്ലാ അർത്ഥത്തിലും അവർ വേറിട്ട് നിൽക്കുന്ന സൃഷ്ടികളാണ്. അവരെ സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ മഹത്വമാണ് ഇതിലൂടെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടേണ്ടത്.
അപ്പോൾ മലക്കുകൾക്കുള്ള വിശേഷണങ്ങളിൽ പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവരുടെ എണ്ണം. മലക്കുകളുടെ എണ്ണം എന്നത് കൃത്യമായി എത്രയാണ് അവരുള്ളത് എന്ന് അവരെ സൃഷ്ടിച്ച അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് അൽ ബൈത്തുൽ മഅമൂർ കാണുകയുണ്ടായി. അവിടത്തേക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. അൽ ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കഅബയുടെ നേരെ മുകളിൽ 7ാം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കഅബയാണ് അൽ ബൈത്തുൽ മഅമൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ 7ാം ആകാശത്തുള്ള ആ അൽ ബൈത്തുൽ മഅമൂർ താഴേക്ക് വീഴുകയാണെങ്കിൽ കഅബയുടെ നേരെ മുകളിൽ ഒരേ അളവിൽ വന്ന് വീഴും. അതുപോലെയാണ്, നേരെയാണ്. ആ ബൈത്തുൽ മഅമൂർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കൂട്ടി അത് കാണിച്ചു കൊടുത്തപ്പോൾ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു, ഹാദൽ ബൈത്തുൽ മഅമൂർ, ഇതാകുന്നു അൽ ബൈത്തുൽ മഅമൂർ, യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്കിൻ, ഓരോ ദിവസവും ആ അൽ ബൈത്തുൽ മഅമൂറിൽ 70,000 മലക്കുകൾ പ്രവേശിക്കും. ആ അൽ ബൈത്തുൽ മഅമൂറിലേക്ക് ഓരോ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കും. 70,000. ഇദാ ഖറജൂ മിൻഹു ലം യഊദു ഫീഹി ആഖിറു മാ അലൈഹിം. 70,000 മലക്കുകൾ ഇന്ന് പ്രവേശിച്ചാൽ, എന്നിട്ട് അവർ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ, പിന്നെ ആ മലക്കുകൾ, ഇന്ന് പ്രവേശിച്ച മലക്കുകൾ പിന്നീട് ഒരിക്കലും അവിടേക്ക് പ്രവേശിക്കുകയില്ല. എല്ലാ ദിവസവും 70,000 മലക്കുകൾ അവിടെ കയറി ഇറങ്ങുന്നുണ്ട്. ഒരിക്കൽ കയറിയ ആളുകൾ പിന്നീട് അങ്ങോട്ട് കയറുകയില്ല. സുബ്ഹാനല്ലാഹ്, എത്രയായിരിക്കും മലക്കുകൾ? എത്ര ദിവസങ്ങളായി, എത്ര കാലങ്ങളായി നമുക്കറിയില്ല. അള്ളാഹുവിന് മാത്രം അറിയും. അതുകൊണ്ടാണ് അവരുടെ എണ്ണം എത്രയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അവരെ സൃഷ്ടിച്ച അള്ളാഹുവിനല്ലാതെ അവരുടെ എണ്ണം അറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തത്തിസ് സമാഉ വഹുഖ ലഹാ അൻ തഇത്ത. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, മാ ഫീഹാ മൗദിഉ അർബഇ അസാബിഅ ഇല്ലാ വമലകുൻ വാലിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹ്. ആകാശലോകത്ത് 4 വിരലുകൾ വെക്കാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിന് സുജൂദിലായിക്കൊണ്ട് ഒരു മലക്ക് ഉണ്ടായിരിക്കും. ഒരു മലക്ക് അതിൻ്റെ നെറ്റി പതിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് സുജൂദിലായിരിക്കും. 4 വിരലുകൾ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും സഹോദരങ്ങളെ മലക്കുകളുടെ അവസ്ഥ? എത്രയായിരിക്കും അവരുടെ എണ്ണം? 4 വിരലുകൾ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്കുണ്ടാകും. വെറുതെക്കല്ല, പിന്നെയോ അള്ളാഹുവിന് സുജൂദിലായിക്കൊണ്ട്. വേറെ ചില റിവായത്തിൽ കാണാം തസ്ബീഹിലായിക്കൊണ്ട്, നിസ്കാരത്തിലായിക്കൊണ്ട്, ഇബാദത്തിലായിക്കൊണ്ട്. മാത്രമല്ല അർദുൽ മഹ്ശർ, മഹ്ശറിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസിൽ കാണാം, എല്ലാവരും മഹ്ശറിൽ വന്നു നിൽക്കെ യുഅ്താ ബി ജഹന്നം, ആ മഹ്ശറിലേക്ക് നരകം കൊണ്ടുവരപ്പെടും. യുഅ്താ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാമിൻ. അർദുൽ മഹ്ശറിൽ എല്ലാവരും അവിടെ നോക്കി നിൽക്കെ, എല്ലാവരും മഹ്ശറിലായിരിക്കെ നരകം അന്നേ ദിവസം കൊണ്ടുവരപ്പെടും. ലഹാ 70,000 സിമാമിൻ. ആ നരകത്തിന് 70,000 ചങ്ങലക്കണ്ണികൾ ഉണ്ടാകും. 70,000 ചങ്ങലക്കണ്ണികളാണ് നരകത്തിനുണ്ടാവുക. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹ. ഓരോ ചങ്ങലക്കണ്ണിയിലും, നമുക്ക് ചങ്ങലകൾ അറിയാം, ചങ്ങല കണ്ടാൽ അതിന് കണ്ണികളുണ്ടാകും, ഇങ്ങനെ കോർത്ത് ഇണക്കിയതായിരിക്കും. അങ്ങനെയുള്ള 70,000 കണ്ണികളാണ്, ചങ്ങലക്കണ്ണികളാണ് നരകത്തിനുള്ളത്.
ഓരോ കണ്ണികളിലും 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും. യജുറൂനഹ, എന്നിട്ട് അവർ ആ നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുമെന്നാണ്. സഹോദരങ്ങളെ, 70,000 ചങ്ങലക്കണ്ണികളിൽ 70,000 മലക്കുകൾ ഓരോ കണ്ണികളിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും എണ്ണം? എത്രയായിരിക്കും? കോടികൾ വരും. ആ കോടിക്കണക്കിന് വരുന്ന മലക്കുകൾ നരകത്തെ പൊന്തിച്ചു കൊണ്ടുവരും എന്നല്ല. 2 ഗുണപാഠങ്ങളാണ് ഹദീസിലുള്ളത്. ഒന്ന്, മലക്കുകളുടെ എണ്ണം, അവരുടെ എണ്ണത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഹദീസാണിത്. കാരണം 70,000 മലക്കുകൾ ഓരോ കണ്ണികളിലും ഉണ്ടാകും. അത്രയും അധികം മലക്കുകൾ ഉണ്ട് എന്നത് അറിയിക്കുന്ന ഒരു ഹദീസാണ്. രണ്ടാമത്തേത്, അത്രയധികം മലക്കുകൾ ഉണ്ടായിട്ടും അവർ ശക്തന്മാരായിട്ടും നരകത്തെ പൊന്തിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല, മറിച്ച് അവർ വലിച്ചുകൊണ്ടുവരാൻ. അപ്പൊ നരകം അതിൻ്റെ വ്യാപ്തിയും വലിപ്പവും അതിൻ്റെ ഭയാനകതയും കൂടി അറിയിക്കുന്ന ഒരു ഹദീസാണത്. നോക്കൂ, മലക്കുകളുടെ എണ്ണം എന്നത് സഹോദരങ്ങളെ ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. അത്രയും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മലക്കുകളുണ്ട്. ഇതാണ് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ വിശേഷണങ്ങൾ. അതിൽപ്പെട്ടതാണ് അവരുടെ എണ്ണവും. നാലാമതായി അർറാബിഉ, നാലാമത്തെ കാര്യം അൽ ഈമാനു ബിമാ അലിംനാ മിൻ അഅമാലിഹിം, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട. നാലാമത്തേത് അൽ ഈമാനു ബിമാ അലിംനാ മിൻ അഅമാലിഹിം, അഥവാ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട മലക്കുകളുടെ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസം. നമ്മൾ പറഞ്ഞു മലക്കുകളുടെ വുജൂദ്, മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ മലക്കുകളുടെ പേരുകൾ വന്ന പേരിൽ അങ്ങനെ തന്നെ, വരാത്തതിൽ മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കണം. മൂന്നാമത്തേത് മലക്കുകളുടെ വിശേഷണങ്ങളാണ്, അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ വിശേഷണങ്ങൾ. നാലാമത്തേത് മലക്കുകളുടെ അമലുകളാണ്, കർമ്മങ്ങൾ. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പടച്ചത് ഇടവേളകളില്ലാതെ റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും ഇബാദത്തിൽ ഏർപ്പെടുന്നവരാണ്, എല്ലാവരും ഇബാദത്തിലായിരിക്കും. എന്നാൽ അല്ലാഹു തആല ചില മലക്കുകൾക്ക് പ്രത്യേകം ചില ജോലികൾ നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. മൊത്തത്തിൽ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം എന്താ? എല്ലാവരും സദാസമയം റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും. എല്ലാവർക്കും ഇബാദത്ത് ഉണ്ട്, അഥവാ തസ്ബീഹും തഹ്ലീലും അതുപോലെയുള്ള സ്തുതിവാക്കുകളും ഒക്കെ, സുജൂദും ഒക്കെ ആയിട്ട് അവർ എല്ലാവരും ജോലിയിലാണ്. എന്നാൽ പ്രത്യേകം ചില മലക്കുകളെ അള്ളാഹു തെരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകം ചില ജോലികൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഉദാഹരണത്തിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീലിന് അള്ളാഹു ഏൽപ്പിച്ചത് വഹയുമായി ഇറങ്ങുക എന്നതാണ്. അള്ളാഹുവിൻ്റെ നബിമാരിലേക്ക്, റസൂലുമാരിലേക്ക് വഹയുമായി, അള്ളാഹുവിൻ്റെ സന്ദേശവുമായി ഇറങ്ങുക, അവർക്കത് എത്തിച്ചു കൊടുക്കുക. കാരണം ജിബ്രീലാണ് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആള്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പൊ ജിബ്രീലിന്റെ ജോലി വഹയാണ്, വഹി എത്തിച്ചു കൊടുക്കലാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു, പേര് പറഞ്ഞ മലക്ക് മീകായിൽ. മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ കൃഷി, വിളവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ജോലി കാഹളത്തിൽ ഊതലാണ്. അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന്റെ മുന്നേ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞു വനുഫിഖ ഫിസ്സൂരി. അതിൽ നിന്നാണ് സൂർ എന്ന കാഹളം എന്ന് പറയാനുള്ള കാരണം. സൂർ എന്ന പേരിലാണ് അത് വന്നിട്ടുള്ളത്. സൂർ എന്ന കാഹളം എന്താണ്, അതിന്റെ രൂപം എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അള്ളാഹു അലം.
അള്ളാഹു അറിയിച്ചു തന്നതിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതപ്പെട്ടാൽ. അതുകൊണ്ട് തന്നെ സൂർ എന്ന കാഹളം, പൊതുവെ കാഹളം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ആണ് പറയപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് സൂർ എന്ന കാഹളം എന്ന് പൊതുവെ നമ്മൾ പറയുന്നത്. ആ സൂർ എന്ന കാഹളത്തിൽ ഊതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജോലി. അദ്ദേഹത്തെ അള്ളാഹു ഏൽപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആദ്യം ഒരു ഊത്തൂതും, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഊത്തുകൂടി ഊതും എന്നിങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. നാലാമത്തേത് മലക്കുൽ മൗത്ത്. അള്ളാഹു തആല മരണവുമായി ബന്ധപ്പെട്ട് അവന്റെ അടിമകളുടെ റൂഹ് ഏറ്റെടുക്കാൻ ഏൽപ്പിച്ച മലക്കാണ് മലക്കുൽ മൗത്ത്. പരിശുദ്ധ ഖുർആനിലോ സുന്നത്തിലോ ഇതുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശങ്ങളെല്ലാം മലക്കുൽ മൗത്ത് എന്ന പേര് മാത്രമാണ് വന്നിട്ടുള്ളത്. സൂറത്തു സജ്ദയിൽ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത്, നബിയെ പറയുക, മലക്കുൽ മൗത്ത് നിങ്ങളെ ഏറ്റെടുക്കും, അഥവാ നിങ്ങളുടെ ആത്മാവ് ഏറ്റെടുക്കും. മലക്കുൽ മൗത്ത് എന്നാണ് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ പൊതുവെ അസ്രായീൽ എന്ന പേര് പറയപ്പെടാറുണ്ട്. അസ്രായീൽ എന്നത് ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ല. ഖുർആനിലോ സുന്നത്തിലോ അസ്രായീൽ എന്ന ഒരു മലക്ക് മലക്കുൽ മൗത്തായി, അല്ലെങ്കിൽ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ പേര് അസ്രായീലാണ് എന്ന് വന്നിട്ടില്ല. സഹീഹായി എവിടെയും വന്നിട്ടില്ല. വല്ലാഹു അലം. അത് ഒന്നല്ലെങ്കിൽ അഹ്ലുൽ കിതാബിന്റെ, അഥവാ മുൻ കഴിഞ്ഞുപോയ മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ നിന്നോ മറ്റോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിരിക്കാം. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലോ അവിടുത്തെ ഹദീസിലോ അസ്രായീൽ എന്ന പരാമർശം നടത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മലക്കിന് പേര് നിശ്ചയിക്കുക എന്നത് പാടില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞത്, മറിച്ച് ഖുർആനിലുള്ളത് മലക്കുൽ മൗത്ത് എന്നാണ്, ഹദീസിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മലക്കുൽ മൗത്ത് എന്ന് തന്നെയാണ് പറയേണ്ടത്, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. മലക്കുൽ മൗത്ത് എന്നത് മരണം ആയി ബന്ധപ്പെട്ട റൂഹ് ഏറ്റെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ജോലി. അതുപോലെ നമുക്ക് കാണാം മാലിക്കുൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഖാസിനുന്നാർ, മാലിക് എന്ന മലക്ക് നരകത്തിന്റെ പാറാവുകാരനാണ് അദ്ദേഹം. അതുപോലെ മലക്കുൽ ജിബാൽ, പർവ്വതവുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ സമൂഹം അഥവാ ത്വായിഫിൽ വെച്ച് ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടത്തേക്ക് വല്ലാത്ത പ്രയാസം നേരിട്ടപ്പോൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലേറ് കൊണ്ട് ബോധം കെട്ട് വീഴുകയുണ്ടായി. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മലക്കുമായി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇതാണ് മലക്കുൽ ജിബാൽ, പർവ്വതവുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിക്കപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇൻ ശിഅത അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കാണുന്ന 2 പർവ്വതങ്ങൾ ആ സമൂഹത്തിന് മേലെ മറിച്ചിടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ഷൈഅ, അവരെ അങ്ങനെ നശിപ്പിക്കരുത്. അവരല്ലെങ്കിലും അവർക്ക് പിൻഗാമികളായി വരുന്ന അവരുടെ മുതുകത്ത് അഥവാ അവരുടെ സന്താനങ്ങളായി മക്കളായി ചില ആളുകൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയും ചെയ്യാത്ത ആളുകളായിരിക്കാം. അതുകൊണ്ട് അവരെ കൊല്ലരുത്, നശിപ്പിക്കരുത് എന്ന് പറയുകയുണ്ടായി. ഇപ്പം ആ ഹദീസിൽ, ആ ചരിത്ര സംഭവത്തിൽ മലക്കുൽ ജിബാൽ എന്ന് പരാമർശം വന്നിട്ടുണ്ട്. അല്ലാഹു തആല അങ്ങനെ ചില മലക്കുകളെ
ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മലക്കുകളുണ്ട്. അല്ലാഹു തആല ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ ചെന്ന് അതിൽ വളരുന്ന കുട്ടിയുടെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്താൻ മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, നമ്മൾ ഓരോരുത്തരും ഓരോ മനുഷ്യനും അവന്റെ മാതാവിന്റെ വയറ്റിൽ ആദ്യം 40 ദിവസം ഭ്രൂണമായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നീട് അത് രക്തക്കട്ടയായി മാറും. പിന്നീട് അത് മാംസകഷ്ണമായി മാറും. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് പടിപടിയായി വരുന്നത്. അങ്ങനെ 120 ദിവസങ്ങളായാൽ അഥവാ 4 മാസങ്ങളായാൽ ثم يبعث الله إليه ملكا بأربع كلمات അല്ലാഹു തആല 4 കാര്യങ്ങളുമായി ഒരു മലക്കിനെ ആ ഗർഭാശയത്തിലേക്ക് അയക്കും. ഫയുക്തബു അമലുഹു വഅജലുഹു വറിസ്ഖുഹു വശഖിയ്യുൻ ഔ സഈദുൻ. 4 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തപ്പെടും. അവന്റെ അമൽ, എന്തൊക്കെ ചെയ്യും, അവന്റെ ആയുസ്, അവന്റെ ഭക്ഷണം, ഉപജീവനം, അതുപോലെ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അഥവാ സ്വർഗക്കാരനാണോ നരകക്കാരനാണോ എന്നിങ്ങനെയുള്ള 4 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തപ്പെടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അപ്പം അങ്ങനെ ജോലി ഏർപ്പെടുത്തപ്പെട്ട മലക്കുണ്ട്. അതുപോലെ വേറെ ചില മലക്കുകളെ കാണാം, അവർ സംരക്ഷകരായി അല്ലാഹു നിശ്ചയിച്ചതാണ്. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾക്ക് സംരക്ഷണമായി അവർക്ക് മുന്നിലും പിന്നിലുമായി, അഥവാ രാവിലെയും വൈകുന്നേരവും മാറി മാറി വരുന്ന അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സംരക്ഷണം നൽകുന്ന ഹഫളത്തിന്റെ ചില മലക്കുകളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു ഓരോ മനുഷ്യന്റെയും വലതുഭാഗത്തും ഇടതുഭാഗത്തും മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി തയ്യാറായി നിൽക്കുന്ന, ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന മലക്കുകൾ. മനുഷ്യൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. അവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നിരീക്ഷകരായ മലക്കുകൾ അത് രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ. ഇപ്പൊ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരായ 2 മലക്കുകൾ റഖീബുൻ അതീദുൻ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അഥവാ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, തയ്യാറായി നിൽക്കുന്നവരാണ് അവർ. അപ്പം അത് ഇങ്ങനെ രേഖപ്പെടുത്താൻ, അമലുകൾ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഖബറടക്കപ്പെട്ടാൽ, ഇനി അതല്ലെങ്കിൽ ഖബറടക്കപ്പെട്ടിട്ടില്ല, ഏതവസ്ഥയിലായാലും മരിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ എല്ലാവരും ചോദ്യത്തിന് വിധേയരാവും. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ മുൻകറും നക്കീറും വന്നുകൊണ്ട് അവരോട് ചോദിക്കും, ഓരോരുത്തരോടും മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക, നിന്റെ റബ്ബാരാണ്, നിന്റെ ദീൻ ഏതാണ്, മതമേതാണ്, നിന്റെ നബി ആരാണ് എന്നൊക്കെ ചോദിക്കും. അപ്പം അതിന് അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ പാറാവുകാരായ ചില മലക്കുകളുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, നല്ലവരായ മുഅ്മിനീങ്ങളായ ആളുകൾ, അവരുടെ മാതാപിതാക്കളും സന്താനങ്ങളും അവരുടെ ഇണകളും അവരിലെ നന്മ ചെയ്ത ആളുകൾ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, അവരെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. മലക്കുകൾ അവരെ ഓരോ വാതിൽക്കൽ നിന്നുകൊണ്ട് ആനയിക്കും, പ്രവേശിക്കാൻ പറയും അവരോട്. എന്നിട്ട് മലക്കുകൾ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാവട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന അഭിവാദ്യം അവർക്കറിയിക്കും. ബിമാ സബർത്തും, നിങ്ങൾ ഭൂമിയിൽ ക്ഷമിച്ചത് കാരണത്താൽ. ഫനിഅമ ഉഖ്ബദ്ദാർ, സൂറത്തുർ റഅദിൽ നമുക്ക് കാണാം. ഈ സ്വർഗീയ ഭവനം, ഈ പര്യവസാനം എത്ര
നല്ല പര്യവസാനമാണ് എന്ന സന്തോഷത്തിന്റെ അഭിവാദ്യം അവർക്ക് അർപ്പിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ജോലികൾ ഏൽപ്പിച്ച മലക്കുകളുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും ഇബാദത്താണ് നിരന്തരം ഉള്ളത്. എന്നാൽ പ്രത്യേകം ചില ജോലികൾ അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതല്ലാത്തതും ഉണ്ട്. നേരത്തെ പറഞ്ഞ അർശിന്റെ വാഹകർ, അർശ് ചുമക്കാൻ, അതിനെ വലയം ചെയ്യാൻ, അങ്ങനെയുള്ള പല ജോലികളും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഇതാണ് സഹോദരങ്ങളെ മലക്കുകളുമായി ബന്ധപ്പെട്ട് അൽ ഈമാനു ബിൽ മലായിക എന്നതിൽ നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. മലക്കുകളുമായി ബന്ധപ്പെട്ട് ഈ വിജ്ഞാനം നമ്മൾ പഠിക്കുമ്പോൾ, അൽ ഈമാനു ബിൽ മലായിക എന്നത് പഠിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവന്റെ മഹത്വവും അവന്റെ വലിപ്പവും അവന്റെ അധികാരവും അവന്റെ ശക്തിയുമെല്ലാം അറിയിക്കുന്ന കാര്യമാണ്. അവന്റെ സൃഷ്ടികളുടെ വലിപ്പവും മഹത്വവും ഇങ്ങനെയാണെങ്കിൽ അതിനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മഹത്വവും വലിപ്പവും എന്തായിരിക്കും? അതാണ് നമുക്ക് പ്രത്യേകമായി ഈ വിജ്ഞാനത്തിൽ നിന്നും കിട്ടുന്ന കാര്യം. അതുപോലെ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് നന്മകൾ നിശ്ചയിച്ചുകൊണ്ട് മലക്കുകൾക്ക് ഇതുപോലെയുള്ള പല ജോലികളും നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ നന്മകൾ അതിലുണ്ട്. ഉദാഹരണത്തിന് ഹഫളത്തിന്റെ സംരക്ഷകരായിട്ടുള്ള മലക്കുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അതിന് റബ്ബിന് ശുക്ർ ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ മലക്കുകളോടുള്ള മഹബ്ബത്ത് അറിയിക്കുന്നു. നമുക്ക് മലക്കുകളോടുള്ള സ്നേഹമുണ്ടാവണം. എന്തിന്റെ പേരിൽ? അള്ളാഹുവിനെ അവർ നിരന്തരം ഇബാദത്ത് ചെയ്യുന്നവരാണ്, ഈമാനിന്റെ പേരിൽ. അതുപോലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. അതിന്റെ എല്ലാം പേരിൽ അവരോട് നമുക്ക് മഹബ്ബത്തുണ്ടാവണം, സ്നേഹമുണ്ടാവണം. ഇതൊക്കെ അൽ ഈമാനു ബിൽ മലായിക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്. പറഞ്ഞതിന്റെ ആകത്തുക സഹോദരങ്ങളെ, അൽ ഈമാനു ബിൽ മലായിക എന്നത് രണ്ടാമതായി ഉസൂലുൽ ഈമാനിൽ, ഈമാനിന്റെ അടിസ്ഥാന പാഠങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതിൽ ഉറച്ചു വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വിശ്വാസം ഇതിന് വിപരീതമായി പോവാൻ പാടില്ല. അഥവാ മലക്കുകൾ ഇതെല്ലാം പറഞ്ഞതിന്റെ ആകത്തുക അവർ അടിമകളാണ് എന്നതാണ്. അവർ അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്. അവർക്കുള്ള പ്രത്യേകതകളും ശ്രേഷ്ഠതകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവരെ ഇബാദത്ത് ചെയ്യാനോ അവരെ ആരാധിക്കാനോ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനോ ഒന്നും നമുക്ക് പാടുള്ളതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ ഈമാനിൽ ഇസ്ലാമിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.